നമസ്കാരം. നവകേരള സദസ്സിനെതിരെ രൂക്ഷ വിമർശനവുമായി റിട്ടയർഡ് SP ജോർജ് ജോസഫ്. നവകേരള സദസ്സ് സമാപന ദിനത്തോടടുക്കുമ്പോൾ തലസ്ഥാന നഗരി സംഘർഷഭരിതമാവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത 3-4 ദിനങ്ങൾ സംസ്ഥാനത്ത് അടിയും തിരിച്ചടിയുമൊക്കെയായി അന്തരീക്ഷം കലുഷിതമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മരണം പോലും ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അത് ഉണ്ടാവാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുണ്ട്. രാഷ്ട്രീയ ലാക്കോടെ കാര്യങ്ങളെ കാണരുത്. രക്തസാക്ഷികളെ സൃഷ്ടിക്കുക വഴി പാർട്ടിക്ക് സഹതാപം പിടിച്ചുപറ്റാനുള്ള വഴിയായി ഈ അവസ്ഥയെ മുഖ്യമന്ത്രി മാറ്റരുത്. ഇനി അടുത്ത 3-4 ദിവസത്തിന് കേരളം മുഴുവൻ ഈ രീതിയിലുള്ള അടികളും ബദലടികളും നമ്മൾ കാണാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ഗൺമാനും പേഴ്സണൽ സെക്യൂരിറ്റിയും കാറിൽ നിന്നിറങ്ങി റോഡിലെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയ അവരെ വന്ന് അടിക്കുന്ന ദൃശ്യം നമ്മൾ ചാനലിൽ കൂടെ കണ്ടു. അതെന്തായാലും പോലീസിൻ്റെ ഇമേജിന് കോട്ടം തട്ടി. പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സെക്യൂരിറ്റി വിങ്ങിലും പേഴ്സണൽ സെക്യൂരിറ്റിക്കാരും. അത് ലോക്കൽ പോലീസിൻ്റെ ജോലിയാണ്. മുഖ്യമന്ത്രി എവിടെ സഞ്ചരിക്കുന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോർട്ട് വാഹനം പോകും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗൺമാൻ കൂടെ ഉണ്ടാവും. അങ്ങേരുടെ കയ്യിലിരിക്കേണ്ടത് തോക്കാണ്, റിവോൾവറാണ്, അല്ല പിസ്റ്റലാണ്. അല്ലാതെ പന്നിയെ അടിക്കുന്ന വടിയായിട്ടല്ല അവർ നടക്കുന്നത്. അതുപോലൊരു അടി നമ്മൾ കണ്ടു. 2 പോലീസ് ഉദ്യോഗസ്ഥർ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ട് 2 പേര് ആ കെട്ടിടത്തിൻ്റെ മൂലയിൽ ഒതുങ്ങിയിരുന്ന അവരെ അടിച്ചിട്ട് ഓടുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു കറുത്ത ഉടുപ്പിട്ടുകാരൻ ഇടയ്ക്ക് വന്ന് പകുതി ഓങ്ങിയിട്ടും പോകുന്നത് കണ്ടു. ലോക്കൽ പോലീസിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കറുത്ത കൊടി കാണിച്ചവരെ അവരെ തടഞ്ഞ് അവരെ പിടിച്ച് ഒരു കടയുടെ അടുത്ത് കൊണ്ട് നിർത്തിയ സന്ദർഭത്തിൽ അവരെ റിമൂവ് ചെയ്തിരിക്കുന്നു ആ സ്ഥലത്ത് നിന്ന്. അപ്പോഴാണ് ഭീകരവാദവും ഭീകര സ്വഭാവമുള്ള ഈ ഗുണ്ടകളെന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അടിക്കുന്നത് നമ്മൾ കണ്ടു. അതേതായാലും കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ ആരും അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം അവർക്ക് ലോക്കൽ പോലീസിൻ്റെ അധികാരമൊന്നും ഇല്ലാത്തവരാണ്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ വഴിക്ക് ട്രാഫിക് തടസ്സമോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ അത് റിമൂവ് ചെയ്യേണ്ട ജോലി ലോക്കൽ പോലീസിനാണ്. ലോക്കൽ പോലീസിൻ്റെ അധികാരമൊന്നും ഗവൺമെൻറ്റിനില്ല, സെക്യൂരിറ്റി ഗാർഡില്ല, എസ്കോർട്ട് വാഹനത്തിനില്ല. അതുകൊണ്ട് അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് പോലീസിന് നല്ലത്. DGP ആ കാര്യം ശ്രദ്ധിക്കണം, ഡയറക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ജില്ലാ മേധാവികൾ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അബട്ടർ എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തും നടപടികളുണ്ടാവും. കോൺഗ്രസ് എന്തായാലും നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഒരു ഭിന്നശേഷിക്കാരനെ മുട്ടിന് താഴോട്ട് കാലില്ലാത്ത ഒരാളെ അയാളെ 2 പോലീസുകാർ റോഡിൻ്റെ സൈഡിൽ നിന്ന് കറുത്ത കൊടി കാണിച്ചപ്പം എടുത്തു മാറ്റി അങ്ങോട്ട് ഒതുക്കി നിർത്തുന്നത് കണ്ടു. ഈ സമയം 4 DYFIക്കാർ വെള്ള ടീഷർട്ട് ഇട്ടവർ വടിയായിട്ട് വന്നു. ഇയാൾക്ക് കാലിൽ നിന്ന് മനസ്സിലായപ്പം അയാളുടെ പുറത്തിനിട്ട് ചവിട്ടി ഒതുക്കുന്നതും നമ്മൾ കണ്ടു. അതിനും കേസെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 സംഭവങ്ങളും പോലീസ് കേസെടുക്കണം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു കോൺഗ്രസ് വനിതാ പ്രവർത്തകരെ അവരുടെ മുടി പിടിച്ചു വലിക്കുന്നതും അവരുടെ തുണി വലിച്ചു കീറുന്നതും കണ്ടു. അതൊരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ്. തീർച്ചയായിട്ടും അതിന് കേസെടുക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് നടന്ന അക്രമങ്ങളെല്ലാം നമ്മൾ പല ദൃശ്യങ്ങളിൽ കണ്ടു. പോലീസിനെ ആക്രമിക്കുന്നു, പോലീസ് തിരിച്ചാക്രമിക്കുന്നു, പോലീസ് നേരെ കല്ലെറിയുന്നതും പോലീസ് കല്ലെറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അത് ഒരു ജനാധിപത്യ ഭരണം നടക്കുന്ന കേരളത്തിൽ തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ചില വാക്കുകൾ ഇവർക്ക് അക്രമം നടത്താൻ പ്രേരകമായി. SFI വിദ്യാർത്ഥികളും KSU വിദ്യാർത്ഥികളും യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കലാപ പ്രദേശമായിട്ട് കേരളം മാറരുത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അവരുടെ പാർട്ടി അണികളെ സംയമനത്തോടെ വിളിച്ചു വരുത്തി
അവരെ അതിൽ നിന്ന് പിന്മാറ്റുന്ന ഒരു ചർച്ച നടത്തണം. അതോടൊപ്പം പ്രതിപക്ഷ ആൾക്കാരെയും വിളിച്ചു വരുത്തി തമ്മിലടിച്ച് തമ്മിൽ പരിക്കേൽപ്പിച്ച് തമ്മിൽ കൊലപാതകം നടത്തി പോകുന്നത് നമുക്ക് നല്ലതല്ല. കേരളത്തിന് ഉള്ള പേരും പെരുമയും നഷ്ടമാകും. ഒരാളുടെ ജീവൻ ഇവിടെ നഷ്ടം വരരുത്. മാരകമായി പരിക്കേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അടുത്ത 3-4 ദിവസം 23-ാം തീയതി രാത്രി 12 മണി വരെ കേരളം കലാപത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിന് ഇടയുണ്ടാക്കരുത്. അതിന് ഇടയുണ്ടാക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. അവർ രാഷ്ട്രീയം പേശരുത്, രാഷ്ട്രീയം പറയരുത്. ഇനി അവരിരിക്കുന്ന ഔദ്യോഗികമായ അവരുടെ പദവിയെ മാനിക്കണം. അവരുടെ പാർട്ടി അണികൾ പറഞ്ഞുകൊള്ളട്ടെ രാഷ്ട്രീയം. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രി പദത്തിൽ ഇരിക്കുന്നവർ രാഷ്ട്രീയ എതിരാളികളെ ആ രീതി കാണാൻ പാടില്ല. ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. അവർ മന്ത്രിമാരായി, അവരൊരാൾ മുഖ്യമന്ത്രിയായി. അവരാരും കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായി കാണാൻ പാടില്ല. അവരുടെ പാർട്ടിക്കാർ കണ്ടോട്ടെ. പക്ഷേ ഈ ഉന്നത പദവിയിൽ ഇരിക്കുന്നവരാരും അവർ എതിർചേരികളെ അവരെ സഹോദരങ്ങളായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അതിനാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ മന്ത്രിയായത്, അവരിൽ ഒരാൾ മുഖ്യമന്ത്രിയായത്. അവർ ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദികൾ അവരാണ്. മറ്റ് എതിർചേരികളെ ഈ അക്രമത്തിൽ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങാവശത്ത് നിന്ന് പ്രസ്താവന ഇറക്കരുത്. അത് നല്ലതല്ല. കേരളത്തിലെ ഇപ്പോഴും സംജാതമായിരിക്കുന്ന ഈ ഒരു പ്രശ്നം 3-4 ദിവസം കത്തി നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. KPCC പ്രസിഡന്റ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. 5 ലക്ഷം പേരുമായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് യൂത്ത് ഫ്രണ്ടുകാരെ പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. നാളെ KSUക്കാർ വരുന്നുണ്ട്. കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ യൂത്ത് ഫ്രണ്ടിലെ നേതാക്കന്മാരും KSU നേതാക്കന്മാരും എല്ലാം തിരുവനന്തപുരത്ത് തമ്പടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കലാപത്തിലേക്ക് പോകും. അതുകൊണ്ട് സംയമനം പാലിക്കാനായിട്ട് ഭരണകക്ഷിയുടെ അണികളെ കൃത്യമായി അവരെ സംയമനം പാലിപ്പിച്ച് നിന്ന് പിന്മാറ്റണം. ഇവിടെ ഒരു അടിപിടി നടക്കരുത്. മറ്റൊരു സമാധാനപരമായിട്ട് അവർ പ്രകടനം നടത്തി പോട്ട്. പരസ്പരം ആക്രോശിച്ചും പരസ്പരം കമ്പൗണ്ട് അടിച്ചും പോലീസ് രാഷ്ട്രീയ ചിന്തയോടെ ഇവരെ ആരെയും ഉപദ്രവിക്കരുത്, അവരെ ആരെയും അടിക്കരുത്. ഇന്ന് പോലീസ് സംയമനം കുറേ പാലിച്ച ശേഷം പിന്നെ പിടിവിട്ടു പോയതായിട്ട് നമ്മൾ കാണുന്നത്. ആ രീതിയിലോട്ടൊന്നും പോകരുത്. പോലീസ് സംയമനം പാലിച്ച് നിൽക്കുക. വിദേശ പല രാജ്യങ്ങളും നമ്മളിത് കാണുന്നുണ്ട്. അവർ പ്രകോപിതരാകില്ല, അവർ സംയമനം പാലിച്ച് നിൽക്കും. ഇവിടെയും അത് തന്നെ ഉണ്ടാകണം. പോലീസ് രാഷ്ട്രീയ ചിന്തയോടുകൂടി ആരെയും അടിക്കാൻ പോകരുത്. തീർച്ചയായിട്ടും അടിച്ചു കഴിഞ്ഞാൽ അത് ഇനി ഇപ്പോൾ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടു. ആ ഗവൺമെൻറ്റെയും അവരുടെയും വീടുകളിലേക്ക് മാർച്ച് നടത്തുന്നത് കണ്ടു. അത് തീർച്ചയായിട്ടും ഒരു വൈരാഗ്യം വരും മനുഷ്യന്. രാഷ്ട്രീയപരമായ വൈരാഗ്യം വന്ന പലർക്കും പരിക്കേൽക്കും, പലർക്കും ജീവൻ നഷ്ടപ്പെടും. അതിലേക്കൊന്നും പോകാതെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ സമയത്ത് ഒരു പ്രതിപക്ഷ കക്ഷികളുടെയും പ്രതിപക്ഷ യൂത്ത് കോൺഗ്രസ്സുകാരെയും അതുപോലെ KSUക്കാരെയും അവരെല്ലാം വിളിച്ചു വരുത്തി ഒരു ചർച്ചയ്ക്ക് തയ്യാറായി സമാധാന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കണം. അതിനാണ് ശ്രമിക്കേണ്ടത്.